നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തൊക്കെ മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ ഒരു 2025 നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നും ഈ റീഡിങ്ങിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനത്തിൽ ചെറിയൊരു റിച്വൽ പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആത്മാർത്ഥ സ്നേഹം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ്. തേർഡ് പാർട്ടി റിമൂവ് ആയി പോയിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത്. ഈ ഒരു ചാനലിൽ എന്തൊക്കെ റിച്വൽസ് ആണോ പറയുന്നത് അതൊക്കെ ആ റിച്വൽസിലെല്ലാം തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ്. ലവ് അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ റിച്വൽസും വളരെയധികം എഫക്റ്റീവാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. റിച്വൽസ് എപ്പോഴും ചെയ്യുമ്പോൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ഹെയറോഫൻറ്റ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെർമിറ്റ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്, ദ സൺ കാർഡ്, ഹൈ പ്രീസ്റ്റസ്, 2 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ടെമ്പറൻസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് സന്ദേശം തരുന്ന ഒരു കാർഡ് റീഡിങ്ങും നിങ്ങൾ കാണാതിരിക്കുക. കാരണം നല്ല രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിനെ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു 2025 എല്ലാവർക്കും ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. അതായത് 2024 നിങ്ങൾ എത്രയൊക്കെയാണോ സഫർ ചെയ്തത്, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ പോലും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊരു മനക്കെട്ടി ഉണ്ടായിരുന്നില്ല, മനസ്സാകെ കൂടെ തകർന്ന് ജീവിക്കാൻ പോലും ഒരു ധൈര്യം കിട്ടാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു 2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഉന്നതിയിലെത്തുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതായത് 2024 വരെ 2024 നിങ്ങളെ ആരെയൊക്കെയാണോ ദ്രോഹിച്ചത്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് അവരെല്ലാം കർമ്മ അനുഭവിക്കേണ്ടി വരും. 2025 മുതൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് സന്തോഷവും സൗഭാഗ്യവും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് 2025 മുതൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നതായിരിക്കും എന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇത്രയും ദിവസം വരെയും നിങ്ങളുടെ വ്യക്തിയുടെ പിറകെ ഒരു ഫോൺ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് സ്നേഹം യാചിച്ച് നിങ്ങൾ അങ്ങോട്ട് നടന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിൽ നിന്നും സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ ആ വ്യക്തിയുടെ പിറകെ നടന്ന് എങ്ങനെയാണോ യാചിച്ചത്, സ്നേഹത്തിന് വേണ്ടി എങ്ങനെയാണോ യാചിച്ചത്, അതേ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു ഭിക്ഷ യാചിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹം വേണമെന്ന് അവർ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തുമെന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ചെറിയൊരു തടസ്സമുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ശരിക്കും ഒരു സാമ്പത്തിക നഷ്ടം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തുമ്പോൾ ചിലപ്പോൾ അവരുടെ കൈകളിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് എന്തൊക്കെയോ അസുഖങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹായം അവർക്ക് വളരെയേറെ വേണ്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു 2025 മാത്രമല്ല 2025 തൊട്ട് ഇനിയുള്ള എല്ലാ വർഷവും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമെല്ലാം അവരിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇത്രയും കാലം ആരെയാണോ കണ്ണടച്ച് വിശ്വസിച്ചത്, ആ ഒരു വ്യക്തിയിൽ നിന്നും, അതായത് ഒരു തേർഡ് പേഴ്സൺ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടി കാരണമായ ആ ഒരു തേർഡ് പേഴ്സണെയാണ് നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം വിശ്വസിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് സാമ്പത്തികം പോലും ചെലവാക്കിക്കൊണ്ടിരുന്നത്. ആരെയാണോ അവർ വിശ്വസിച്ചത്, അവരിൽ നിന്ന് വലിയൊരു ചതിവ് ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലവും ഉറക്കമൊഴിഞ്ഞ് സങ്കടപ്പെട്ട് നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിനൊക്കെ ഒരു വാല്യൂ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു പെർമനൻ്റ് റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വലിയൊരു ഫൈറ്റിന് ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് അത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സന്തോഷം ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ഫൈറ്റ് അത്ര നല്ല ഒരു കണ്ടീഷനിലായിരിക്കില്ല അത് എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ ആയിരിക്കും അവസാന വിജയം. പക്ഷേ ആ ഒരു വിജയം നിങ്ങളുടെ വ്യക്തി കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലവും പ്രാർത്ഥിച്ചതിനൊക്കെ ഉള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ആ ഒരു ഫൈറ്റിൽ വിജയിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു മാനസികമായിട്ട് കുറച്ച് വിഷമം നിറഞ്ഞൊരു വിജയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളും ആ ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ടേക്കാം. അതായത് ആ ഒരു വിഷമാവസ്ഥ നിങ്ങൾക്കും ഉണ്ടായേക്കാം എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ തന്നെയും വിജയം നിങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, എത്രയൊക്കെയാണോ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചത്, ആ ഒരു വിശ്വാസത്തെ തന്നെ മുമ്പോട്ട് പോകൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആ ഒരു ഫൈറ്റിൽ അത്ര സുഖകരമായിട്ടുള്ളൊരു വിജയമല്ല കരസ്ഥമാക്കുന്നത് എന്നും പറഞ്ഞിരുന്നല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും കുറച്ച് നാളത്തേക്ക് ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കൈവിട്ട് പോയി എന്ന് തന്നെ ഉള്ളൊരു അവസ്ഥയായിരിക്കും. അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഒരു ഡിപ്രഷൻ സ്റ്റേജ്, കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മേ ബി നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുണ്ടാവുന്ന ചിലപ്പോഴുള്ള ഒരു ഫൈറ്റിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു വൈകല്യമോ, അതായത് ഈ ഉണ്ടാകുന്ന അത് ശരിക്കും ഒരു വാക്കുതർക്കമല്ല, ശാരീരികമായിട്ടുണ്ട്, അതൊരു ഫിസിക്കൽ ഫൈറ്റ് തന്നെയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഈ ഒരു തേർഡ് പേഴ്സണിന് എന്തൊക്കെയോ ഒരു അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപകടം പറ്റുകയാണെങ്കിൽ തന്നെയും നിങ്ങളിവിടെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുമെന്നുണ്ടെങ്കിൽ തന്നെയും ഇത് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. തേർഡ് പേഴ്സണിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ഇവിടെ ആവശ്യം നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്, ഈശ്വരനോടുള്ള ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി,
നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഒരു കാര്യവും എന്തെങ്കിലും കേട്ട് തീരുന്നതിന് മുന്നേ എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. നിങ്ങളുടെ എടുത്തു ചാടിയുള്ള നിങ്ങൾ എന്തൊക്കെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നുവോ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, അത് ഒരു നല്ലതായിട്ട് കലാശിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാവകാശം ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചിന്തിച്ച് മാത്രം, ബുദ്ധി ഉപയോഗിച്ച് മാത്രം പെരുമാറും. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഇത്രയും കാലം നിങ്ങളോട് വളരെ ദേഷ്യമായിട്ടോ നിങ്ങളോട് വളരെ അറപ്പോട് കൂടിയിട്ടാണോ പെരുമാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അത് ആ ഒരു സാഹചര്യമൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളിനി നിങ്ങളുടെ വ്യക്തിയുടെ പുറകിൽ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പിറകെ നടക്കേണ്ടതില്ല. നിങ്ങൾ അവരെ കോൾ പോലും ചെയ്യേണ്ടതില്ല. അവർ ഇങ്ങോട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എങ്ങനെയുള്ള സ്നേഹമാണോ ആഗ്രഹിച്ചത് അത് തന്നെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമോ, അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമോ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനവും സ്വസ്ഥമായിട്ടും ജീവിക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പേരുമായിട്ട് സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ മക്കളും തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു പുതിയ ഒരു കുടുംബജീവിതം തന്നെ നിങ്ങൾക്കൊരു തുടങ്ങും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കുടുംബജീവിതമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇനി നിങ്ങളുടെ വ്യക്തി കള്ളം പറയുകയില്ല. ഇത്രയും നാളും നിങ്ങളെ കുറച്ച് അകറ്റി നിർത്തി എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുകയും നിങ്ങളുടെ അടുത്ത് മാത്രം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം നിങ്ങൾ തന്നെ വളരെയധികം അതിശയിച്ചു പോകും നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയേറെ മാറ്റം സംഭവിച്ചുവോ എന്ന്. കാരണം അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ 2025 നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. ഈ 2023 അവസാനം തൊട്ട് ഈ 2024 വരെ നിങ്ങൾ എന്തൊക്കെ മനപ്രയാസമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചത് അതിനൊക്കെ എല്ലാത്തിനും ഒരു എൻഡിങ് തന്നെ വരാൻ പോവുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആരാണോ പിരിച്ചത്, ആരാണോ അതിന് കാരണക്കാർ, ആരാണോ തെറ്റിദ്ധാരണ പരത്തിയത്, അവർക്കെല്ലാം അവരുടെ അവസാനം വരെ അവരെ ഈശ്വരൻ വെറുതെ വിടുകയില്ല. അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളുടെ സമയമാണിപ്പോൾ മാറാൻ പോകുന്നത്. നിങ്ങൾ വളരെ വിഷമിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി. ഇനി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പെർമനന്റ് റീയൂണിയൻ സംഭവിക്കില്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും. ഇന്നലെ പോലും ഈ ഒരു ന്യൂ ഇയറിൻ്റെ ദിവസം പോലും നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മുമ്പോട്ട് നോക്കൂ. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. അത് എന്തായാലും തിരിച്ചു കിട്ടുകയില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് നാൾ മാത്രം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു 3 മാസം മാർച്ച് 24 ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ച് 24 നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. പെർമനൻ്റ് ആയിട്ട്, അതായത് നിങ്ങളെ കാണാൻ വന്ന് നിങ്ങളുമായിട്ട് റീയൂണിയൻ സംഭവിക്കും. അതിനു മുന്നേ കോണ്ടാക്ട് ചെയ്യില്ല എന്നല്ല പറയുന്നത്. നിങ്ങളുമായിട്ട് റീയൂണിയൻ സംഭവിക്കുന്ന ദിവസമാണ് മാർച്ച് 24 എന്നുള്ളത്. നിങ്ങളെ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്ട് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ അവരിൽ നിന്ന് ഒരു സ്നേഹമായിട്ടുള്ള ഒരു സംസാരമായിരിക്കില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് ശാന്തി കിട്ടുന്നതും മനസ്സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംസാരത്തിൻ്റെ ഒരു ടോണായിരിക്കും അവരിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇത്രയും കാലം നിങ്ങളൊരു ദയ പോലും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ
അവരുടെ ഭാഗത്തു നിന്നൊരു ദയ മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ഒരു ആത്മാർത്ഥ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു സ്നേഹത്താൽ ആ ഒരു സംസാരം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 2025 കിട്ടാൻ പോകുന്നത്. 2025 തൊട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫുമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു പെർമനന്റ് റീയൂണിയൻ സംഭവിച്ച് ഒരു മറ്റൊരു വ്യക്തിക്ക് പോലും, ഒരു തേർഡ് പേഴ്സണിന് പോലും നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയ്ക്കൊരു സ്ട്രോങ് ആവുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഒരു അടിത്തറ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ആ ഒരു ഒത്തുചേരലിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ടാവുകയും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നതുമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ പിരിഞ്ഞ് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് ഇനി ഒരു കളിയില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ആ ഒരു മോശ കാലഘട്ടം കംപ്ലീറ്റ് അവസാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാലചക്രം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളിപ്പോൾ ദുഃഖിച്ചിരിക്കുന്നത് അത് വെറുതെ ആണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടപ്രണയം നിങ്ങളെ തേടി എത്തുന്നതാണ്. നിങ്ങൾ ഇന്നലെ രാത്രി വരെ കരഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ വിഷമം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ കരയേണ്ട വ്യക്തിയല്ല. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ഉണ്ടാകും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഈ ഒരു വർഷം തന്നെ നടക്കും എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാരേജ് തന്നെ നടക്കും. ഒരു സെലിബ്രേഷനും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നതും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് അകന്നുപോയി, ഇനി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും. അവർ നിങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വലിയ ചതിവ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ സാമ്പത്തികമായി ചതിക്കും. അവർ നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും സ്നേഹിക്കുന്നവരല്ല. അവർക്ക് സാമ്പത്തികം മാത്രമാണ് ആഗ്രഹം. അത് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞ് തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി നിങ്ങളുടെ അരികിലേക്ക് തന്നെ എത്തുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ വളരെ പെട്ടെന്ന് കൂട്ടുന്നതാണ്. നിങ്ങളിത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റിച്വൽ ചെയ്യണം. കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചെയ്യുന്നുവോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ സമാധാനവും സ്വസ്ഥമായിട്ടിരിക്കുക. സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. 4 പേപ്പർ എടുക്കുക. 4 പേപ്പറിലായിട്ട് നിങ്ങളിത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യം ഒരു കറുത്ത കളറിലെ പെന്നും ഒരു വൈറ്റ് കളറിലെ പേപ്പറുമാണ്. അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ വരയ്ക്കുക. ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ലഭിക്കുവാനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വളരെ സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള റിച്വലാണ്. ഈ ഒരു സിമ്പിൾ നിങ്ങൾ 4 പേപ്പറിലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ 4 കോർണറിലും നിങ്ങളുടെ വ്യക്തിയുടെ പേര് എഴുതുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആ ഒരു സിമ്പിളിൻ്റെ പുറത്ത് വെക്കുക. അതിൻ്റെ പുറത്തായിട്ട് ലെഫ്റ്റ് ഹാൻഡും വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ പറയുക, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യക്തിയുടെ പിന്നാലെ എനിക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് നിങ്ങൾ സൗണ്ട് വെച്ച് പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ പറയുക. ഇത് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ണടച്ച് വേണം പറയാൻ. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് കണ്ണടച്ച് പറയുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എത്ര സന്തോഷമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത്രയേറെ സന്തോഷത്തിൽ വേണം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയാൻ. ഉറപ്പാണ് നിങ്ങളുടെ ഇത് 4 പേപ്പറിലും നിങ്ങൾ ഇതുപോലെ ചാർജ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നും വളരെ ശക്തിയേറിയ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പാസ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ നിന്നും ഈ ഒരു സിമ്പിളിലേക്ക് കയറുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ഈ 4 പേപ്പറിലും അതുപോലെ ചെയ്യുക. അതിനുശേഷം ഒരു പേപ്പർ നിങ്ങളുടെ മേശയ്ക്കകത്ത് വെക്കുക, ഒരെണ്ണം നിങ്ങളുടെ അലമാരയ്ക്കകത്ത്, നിങ്ങളുടെ ഡ്രസ്സ് ഇരിക്കുന്ന അലമാരയ്ക്കകത്ത് വെക്കുക, ഒരെണ്ണം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക, ഒരെണ്ണം നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിക്കുക, ബുക്കിനുള്ളിൽ. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ആവും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാവട്ടെ, നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക്, ഇതിനെല്ലാം കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.